ദൈവം പുള്ളി ഓർപ്പിച്ചാന്നാണ് പറയുന്നത്. 500 കോടിയുടെ കമ്പനി, പുള്ളിയുടെ ഇൻവോൾവ്മെന്റ് എത്രയാണെന്നറിയോ? എല്ലാ ചൊവ്വാഴ്ചയും അവരുടെ ഒരു മീറ്റിംഗ് ഉണ്ട്. 8:30 മുതൽ 9:00 വരെയുള്ള സമയത്ത് എല്ലാ ചൊവ്വാഴ്ചയും പുള്ളി പ്രസന്റ് ആവും. വൈകുന്നേരം 5:30 കഴിഞ്ഞാൽ ഒരു കോളും അറ്റൻഡ് ചെയ്യത്തില്ല. ഒരു കോൾ പേഴ്സണൽ ഫാമിലി ആയിട്ട് മാത്രം. അദ്ദേഹം തന്നെ പറയുന്നത് അദ്ദേഹത്തിന് കിട്ടിയ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്നറിയോ? അദ്ദേഹം ശരിക്കും വൺ മാൻ ഷോയുടെ ആളായിരുന്നു. നേരത്തെ ഒരു 98 ആ സമയം മുതൽ പുള്ളി ഒരു 2000, 2005 വരെ കമ്പനി വലിയ ലെവലിലേക്ക് ആദ്യം പോയി. അതിനുശേഷം ലോസായി. കമ്പനി തന്നെ 80 സ്റ്റാഫ് ഉണ്ടായിരുന്നിടത്ത് നിർത്തിയിട്ടിട്ട് 20 സ്റ്റാഫായിട്ട് ലോസ്, മാർക്കറ്റിൽ ഒത്തിരി പൈസ പോയതിന് ശേഷം രണ്ടാമത് റീബിൽഡ് ചെയ്ത് കയറി വന്നതിനിടയിലാണ് പുള്ളിക്ക് ഹാർട്ട് അറ്റാക്ക് വന്നത്. അദ്ദേഹം പറയുന്നത് അത് പുള്ളിക്ക് ദൈവം പുള്ളി ഓർപ്പിച്ചാന്നാണ് പറയുന്നത്. ആ ഹാർട്ട് അറ്റാക്ക് വന്ന് ഹോസ്പിറ്റലിൽ കിടന്ന് സർജറി ഒക്കെ ചെയ്ത് കിടന്നപ്പോഴാണ് പുള്ളി ജീവിതത്തിൽ ആദ്യമായിട്ട് ആലോചിക്കുന്നത്, ഇത് എനിക്ക് നാളെ ചെയ്യാൻ പറ്റിയില്ല എന്ത്. പുള്ളി പറഞ്ഞ ആ ഹോസ്പിറ്റലിൽ കിടന്ന് ഞാനെടുത്ത തീരുമാനമാണ്, ഞാനില്ലാതെ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനം ഉണ്ടാക്കണം. അന്ന് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ആദ്യം പുറത്തേക്ക് ഇറങ്ങിയിട്ട് ആദ്യം ചെയ്ത് വൈഫിനെ ഡ്രൈവിംഗ് പഠിപ്പിക്കാൻ കൊണ്ട് ഡ്രൈവിംഗ് സ്കൂളിൽ ചേർത്തു. ബാങ്കിലെ മുഴുവൻ കാര്യങ്ങളും പുള്ളിക്കാരിയെ ഏൽപ്പിച്ചു. ഓഫീസിൽ അന്ന് മാനേജറായിട്ടിരുന്ന ആളെ GM നേരെ ചെക്ക് സൈനിങ് അതോറിറ്റി കൊടുത്തു.